ആസര ടി വിയിൽ ജീവൻ്റെ വഴി എന്ന പ്രോഗ്രാമിൽ കൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ധ്യാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമാണ്. നിരാശപ്പെട്ടവനെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതും തകർന്നവനെ പണിയുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ചിന്ത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വൃഥാവായി പോകത്തില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാവകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന 1-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് നാം തിരുവചനം നാം ധ്യാനിക്കുവാൻ വേണ്ടി അല്പസമയങ്ങൾ വേർതിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങളെ സ്ക്രീനിന് മുമ്പിൽ നിന്ന് ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിച്ചാലും നിശ്ചയമായിട്ടും ഇന്ന് നിങ്ങളോട് കർത്താവ് സംസാരിക്കുവാനിടയാകും. നിങ്ങളുടെ കുടുംബങ്ങളോട്, നിങ്ങളുടെ വിഷയങ്ങളോട് ദൈവം ഇടപെടും എന്നുള്ളതിൽ രണ്ട് വാക്കില്ല. അതിലൊരു സംശയം വേണ്ട. നിശ്ചയമായിട്ടും ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനിടയാകും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ 112-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ ചില വചനങ്ങളാണ്. അതിൽ 10 വാക്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ 9-ാമത്തെ വചനം വരെയും അവിടെ എഴുതപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നു, 1-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുമ്പോൾ 128-ാം സങ്കീർത്തനവും തുടങ്ങുന്ന അങ്ങനെയാണ്, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ കാണുവാൻ കഴിയുന്നു, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ ആരംഭിക്കുന്നത്, യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ സ്തുതിക്കുന്നവനെയാണ് ദൈവഭയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി വെളിപ്പെടുന്നത്. എവിടെ സ്തുതിയുണ്ടോ അവിടെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകും. പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ പുതിയ നിയമത്തിൻ്റെ അവസാനം വരെ വായിക്കുമ്പോൾ സ്തുതിക്ക് വളരെ പ്രാധാന്യതയുണ്ട്. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമാണ്, സ്തുതിക്കുന്നവനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തെ നിത്യവും ആരാധിച്ചു കൊണ്ടിരുന്നതായ ദൂതന്മാർ വീണുപോയ അതേ സ്ഥാനത്ത് ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം, ദൈവത്തോടു കൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുവാനിടയായി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു, പാപത്താൽ മനുഷ്യർ വീഴ്ച സംഭവിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പരമയാഗത്താൽ ദൈവം വീണ്ടും മനുഷ്യനെ വീണ്ടെടുക്കുവാനിടയായി. വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന മഹൽ ഭാഗ്യമാണ് ദൂതന്മാരുടെ അതേ സ്ഥാനവും അതേ പൊസിഷനും, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. 112-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, യഹോവയെ സ്തുതിപ്പീൻ. ഇന്ന് നിങ്ങൾ പിറുപിറുത്തു കൊണ്ടിരിക്കേണ്ട, ഭാരപ്പെടേണ്ട, മനസ്സ് തളർന്ന് വേദനിക്കേണ്ട. നിങ്ങളുടെ വിഷയത്തെ ദൈവം ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ദൈവം നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ സ്തുതിക്കണമെന്ന്. സ്തുതിക്കുന്നവനാണ് ഉയർച്ച ഉണ്ടാകുന്നത്. സ്തുതിക്കുന്നതിന് മുമ്പിൽ ഏത് മതിലും തകർന്നു പോകുവാനിടയാകും. സ്തുതിക്കുന്നവൻ്റെ മുൻപിൽ ആമേൻ ഒരു പരാജയത്തിനും സ്ഥാനം ഉണ്ടാകത്തില്ല. സ്തുതിക്കുന്നവനെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. സ്തുതിക്കുന്നവൻ എത്ര പുറകിലായിരുന്നാലും ദൈവം അവനെ മുന്നോട്ട് കൊണ്ടുവരുവാനിടയാകും. ഇതെല്ലാം ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ദൈവവചനം ഒരിക്കലും മാറത്തില്ല. ആകാശം മാറിപ്പോയാലും ഭൂമി
മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിനൊരു മാറ്റവുമില്ല. കാരണം ഇത് മനുഷ്യനാൽ എഴുതപ്പെട്ടതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച 40ഓളം ആളുകൾ വിവിധ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളിലുമായിരുന്നവർ എഴുതി ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് തന്നെ ക്രോഡീകരിച്ചതായ ഈ വചനം എത്രയോ വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട വചനം ഇന്നും അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ അന്തസ്സത്തുകളെ തിരിച്ചറിയാതെ നാം അന്ധന്മാരായിരിക്കാതെ ദൈവവചനത്തിലെ സത്യങ്ങൾ നാം തിരിച്ചറിയുകയാണെങ്കിൽ ദൈവവചനം നമ്മെ വിളിച്ചറിയിക്കുന്നു, സ്തുതിക്കുന്നവനെ ദൈവം ഉയർത്തുമെന്ന്. ഇവിടെ കാണുവാൻ കഴിയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രമാണമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട്, അതെങ്ങനെയാണ് ഭയപ്പെടുന്നത്? അപ്പനോ അമ്മയോ അധ്യാപകനോ പാസ്റ്ററോ നമ്മളെ ഭയപ്പെടുത്തിയല്ല. നാം സ്വതവേ നമ്മിൽ തന്നെ ഒരു ദൈവഭയമുണ്ടാകണം. ഈ ലോകത്തിൽ പലർക്കും പലതിനെയും ഭയമുണ്ട്. ചിലർക്ക് പോലീസിനെ ഭയമാണ്, ചിലർക്ക് നിയമങ്ങളെ ഭയമാണ്, നിയമങ്ങൾക്ക് ഭയം കീഴ്പ്പെടണം. ഈ ലോകത്തിൽ ചിലർക്ക് രോഗത്തെ ഭയമുണ്ട്, ചിലർ കടഭാരത്തെ ഭയക്കുന്നു, ചിലർ ശരീരസ്ഥിതികളെ ഭയപ്പെടുന്നു, ചിലർ വാർദ്ധക്യത്തെ ഭയപ്പെടുന്നു, ചിലർ മരണത്തെ ഭയപ്പെടുന്നു. ഇതിൻ്റെയൊക്കെയും അവസാന റിസൾട്ട് എന്ന് പറയുന്നത് ആ ഭയം നമ്മളെ പരാജയത്തിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഭയം ഒരുവനുണ്ടെങ്കിൽ അവനൊരിക്കലും പരാജയത്തിലേക്കല്ല പോകുന്നത്, അവനെപ്പോഴും വിജയത്തിലേക്കാണ് പോകുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വീഡിയോയിൽ കൂടെ, ഈ ഒരു ക്ലിപ്പിൽ കൂടെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഭയത്തിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. താങ്കൾ പലവിധമായ ഭയത്തിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് വചനം വിളിച്ചു പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ലോകത്തിലെ ഭയം അവനെ നിർഭാഗ്യനാക്കുമ്പോൾ ദൈവത്തിലുള്ള ഭയം അവനെ ഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ള ഭയത്തിൽ നിന്ന് ദൈവത്തെ ഭയപ്പെടുവാൻ താങ്കൾ തയ്യാറായാൽ, താങ്കൾ വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ ചെറിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളും നിശ്ചയമായി ഉയർച്ച പ്രാപിക്കും. ഒരു പിശാചിനോ ലോകത്തിനോ കടഭാരങ്ങൾക്കോ രോഗത്തിനോ ബലഹീനതകൾക്കോ കുടുംബ തകർച്ചകൾക്കോ സമാധാനക്കെടുതികൾക്കോ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. കാരണം താങ്കൾ ദൈവത്തിൻ്റെ ഭയത്തിലേക്ക് കടന്നു വന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആമേൻ കർത്താവ് ഉയർച്ച തന്ന് മാനിക്കുവാനിടയാകും. അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ അനുസരിക്കുന്ന മനുഷ്യൻ്റെ ചില ദൈവം കൊടുക്കുന്നതായ ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ 112 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് 2 വാക്യം വായിക്കും, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്ന തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നതായ എത്രയോ മാതാപിതാക്കളുണ്ട്. ഞാനൊരു വാസ്തവമായ സത്യം നിങ്ങളോട് വിളിച്ചു പറയാം. നിങ്ങൾക്ക് സന്തതിയെ തന്നത് നിങ്ങൾ അവരെ ചൊല്ലി വ്യാകുലപ്പെടാനല്ല. അവർക്ക് വേണ്ടി മുഴങ്കാലും അടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളവരെ അവരുടെ ഉത്തരവാദിത്വം നിങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ 127 സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, മക്കളെ യഹോവ തരുന്നതായ അവകാശവും ഗർഭഫലം ഉദരഫലം അവൻ്റെ നന്മയാണ്, അവൻ നമുക്ക് തരുന്ന പ്രതിഫലമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തന്നിരുന്ന അവകാശം അത് ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും.
അവിടെ കാണുവാൻ കഴിയുന്നു 127 സംഘത്തിൻ്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നത്, പട്ടണത്തിൽ ഇങ്ങനെയുള്ള തലമുറ ലജ്ജിച്ചു പോകത്തില്ലെന്ന്. ദൈവവചനമാണ് നമ്മളെ ഉറപ്പിക്കുകയും ജീവൻ നൽകുന്നതും നമ്മളെ എല്ലാ മേഖലകളിലും നമ്മളെ കരം പിടിച്ച് നടത്തുന്നത്. വചനം പറയുകയാണ്, നീതിമാൻ്റെ സന്തതി ബലപ്പെടും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ തലമുറ ഭൂമിയിൽ ബലപ്പെടും. അവർ ഭൂമിയിൽ നേരുള്ളവരായി നടക്കുകയാണെങ്കിൽ, ബാലൻ നടക്കേണ്ട വഴി നടക്കുന്ന വഴിയല്ല, അവൻ നടക്കേണ്ട വഴി എന്താണെന്ന് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാലൻ നടക്കേണ്ടതായ വഴിയിൽ ആ മാതാപിതാക്കളായ നിങ്ങൾ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്നുവെങ്കിൽ ആ തലമുറ ഒരിക്കലും വഴിവിട്ടു പോകത്തില്ല. അവർ ഒരു പക്ഷേ ഹോസ്റ്റലിലായിരിക്കാം, അവർ ജോലി സംബന്ധമായി വിദേശങ്ങളിലായിരിക്കാം, മറ്റ് ഏതെങ്കിലും മേഖലയിലായിരിക്കാം. വഴിതെറ്റിപ്പോവുകയോ അപകടത്തിൽപ്പെടുകയോ അല്ല ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത അവർ മുഖാന്തരമായി കേൾക്കുകയില്ല. കാരണം നിങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ അത് നിങ്ങളുടേതല്ല, അത് ദൈവം നിങ്ങൾക്ക് അവകാശമായി തന്നതുകൊണ്ട് അത് ദൈവത്തിൻ്റെതാണ്. ദൈവം നൽകിയ പ്രതിഫലമാണ്, എന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ മുന്നേറുന്നതായ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സന്തതി വഴിപിഴച്ചു പോകത്തില്ല, നിങ്ങളുടെ സന്തതി നഷ്ടപ്പെട്ടു പോകത്തില്ല, നിങ്ങളുടെ സന്തതി അർദ്ധായുഷിൽ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. വചനം പറയുന്നു, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആരുടെ സന്തതിയാണ്? യഹോവയെ സ്തുതിച്ച് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ തലമുറയായ നിങ്ങളുടെ തലമുറയെ, അങ്ങനെയുള്ള തലമുറയെ ദൈവം ഭൂമിയിൽ ബലപ്പെടുത്തും, ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കഴിയുന്നു, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഇന്ന് പലരും ആരാധനയും പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതെ സമ്പത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ വചനം പറയുന്നത് നീതിമാന് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഉറങ്ങണമെന്നല്ല, ദൈവം അത് ഉറക്കത്തിൽ കൊടുക്കുമെന്ന് വെച്ചാൽ നീ നനച്ചതിനപ്പുറമായി, നീ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായി, നീ ചിന്തിക്കാതിരിക്കുമ്പോൾ തന്നെ ദൈവം നിൻ്റെ കരങ്ങളിൽ ചിലത് ഏൽപ്പിക്കുവാനിടയാകും. അത് നീ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടൊന്നുമല്ല. അധ്വാനിക്കണം, പക്ഷേ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടല്ല. ദൈവവചനം പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അതിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഐശ്വര്യവും സമ്പത്തും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ഞങ്ങൾ ഈ കൽപ്പനയൊന്നും അനുസരിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് യാതൊന്നിനും കുറവില്ലല്ലോ. അതിനെനിക്ക് പറയാനുള്ള മറുപടി മറ്റൊന്നുമില്ല. വചനം പറയുന്നത് അവന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന്. പക്ഷേ മറ്റ് വഴികളിൽ ലഭിക്കുന്നതായ അനുഗ്രഹം, ദൈവത്തെ കൂടാത്ത അനുഗ്രഹമൊക്കെ അതിൻ്റെ അവസാനം എന്തായിത്തീരുമെന്നും നമുക്കൊന്നും ഗ്യാരണ്ടി പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഐശ്വര്യവും സമ്പത്തും
എത്രയോ ഭവനങ്ങളിൽ ഐശ്വര്യമുണ്ട്, പക്ഷേ സമ്പത്തില്ല. ഒത്തിരി ഭവനങ്ങളിൽ സമ്പത്തുണ്ട്, ഐശ്വര്യമില്ല. ഐശ്വര്യം ഉണ്ടായിട്ട് സമ്പത്ത് ഇല്ലെങ്കിലും അതും ശരിയായി പോകത്തില്ല. സമ്പത്തുണ്ടായിട്ട് ഐശ്വര്യമില്ലാതിരുന്നാലും നമ്മൾ പറയാറുണ്ട് ആ വീട്ടിലൊരു ഐശ്വര്യമില്ലെന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യവും നീതിമാൻ്റെ ഭവനത്തിലുണ്ടാകുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ അനുസരിക്കുന്ന മനുഷ്യന് ഉണ്ടാകുന്നത് ഐശ്വര്യവും സമ്പത്തും. അതിൻ്റെ പുറകെ ഓടുന്നത് കൊണ്ട് ഒരിക്കലും ഐശ്വര്യ സമ്പത്ത് നേട്ടമാക്കാൻ കഴിയില്ല. കുറച്ച് പണം വരും, പക്ഷേ അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല. എന്നാൽ ഇവിടെ കാണുവാൻ കഴിയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന് ലഭിക്കുന്ന ഒന്ന്, സന്തതി ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. രണ്ട്, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. 4-ാം വാക്യത്തിൽ മൂന്നാമതായി കാണും, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. നേരുള്ളവർക്ക് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കുന്ന ദൈവവേദലെ നീ ഇന്ന് ഭാരപ്പെടുകയാണെങ്കിൽ, നീ പല വിഷയത്തെ ചൊല്ലി നീ കരയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നേരോടെ നീ നടക്കുന്നുവെങ്കിൽ നേരുള്ളവർക്ക് ഇരുട്ടിലും വെളിച്ചം ഉദിക്കുന്നു എന്ന്. എന്താ നേരുള്ളത്? നമുക്കറിയാം, യോസേഫ് അവൻ നേരുള്ളവനായിരുന്നു. അവൻ നേരുള്ളവനായതുകൊണ്ട് അവനെ പോയതായ സകല മേഖലകളിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ സഹോദരന്മാർ വലിച്ചെറിഞ്ഞപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പോത്തിഫേറിൻ്റെ ഭവനത്തിൽ താനായിരുന്നപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെയും ദൈവം അവനോട് കൂടെ ഉണ്ട്. തീർന്നില്ല, അവൻ്റെ കൂടെ ദൈവം ഉണ്ടായതുകൊണ്ട് ദൈവം അവനെ രാജ്യത്തിൽ രണ്ടാമനാക്കിയപ്പോഴും ദൈവത്തെ വിട്ടവൻ പോയില്ല. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷാമം വന്നപ്പോൾ അവിടെയും ദേശത്തെ സുഭിക്ഷമാക്കി, യോസേഫ് മുഖാന്തരമായി ദേശത്തെ സുഭിക്ഷമാക്കി. ഈ ഇരുട്ടിലും വെളിച്ചമുദിക്കും. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷയമ്മ തീച്ചൂളിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവവൈതലെ, നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. നീ ഇരുളെന്ന് കണക്കിടുന്ന, നീ ഇരുളെന്ന് പറയുന്ന, വഴി അടഞ്ഞു എന്ന് പറയുന്ന, കഷ്ടതയെന്ന് പറയുന്ന, പ്രതികൂലമെന്ന് പറയുന്ന ആ മേഖലയിൽ കൂടെ ദൈവം ഒരു വെളിച്ചം നിനക്ക് വേണ്ടി ഉദിപ്പിക്കുവാനിടയാകും. എന്നും കഷ്ടമല്ല, എന്നും പ്രതികൂലമല്ല, എന്നും പ്രയാസമല്ല, എന്നും പരിതാപമല്ല. നീതിമാൻ്റെ സന്തതിക്ക് വേണ്ടി ഇരുട്ടിൽ വെളിച്ചമുദിപ്പിക്കുന്ന ദൈവമാണ് ഞാനും നീയും സേവിക്കുന്ന കർത്താവ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിൽ നിലനിൽക്കുന്നവൻ ഇരുട്ടിൽ വസിക്കാതെ വെളിച്ചത്തിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഹോവയെ സ്തുതിക്കുന്ന, അവൻ്റെ കൽപ്പനകൾ, അവനെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന് ലഭിക്കുന്ന മൂന്നാമത്തെ വസ്തുതയാണ്, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. ഇന്ന് നീ ഇരുട്ടത്ത് തിരയുകയായിരിക്കും. ആമേൻ. എങ്ങോട്ട് നോക്കിയാലും ഇരുട്ട് മാത്രം. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈം വിട്ട് ചെങ്കട മുൻപിൽ വന്നപ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ ഭാരപ്പെട്ടപ്പോൾ
പിന്നാലെ ഫറവോനും സൈന്യവും അവരെ പിന്തുടർന്നു വരുമ്പോൾ, ഇടത്തോട്ട് തിരിയുമ്പോൾ വലിയ പർവ്വതം അവരുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നു. വലത്തോട്ട് തിരിയുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടും അവിടെ നോക്കുമ്പോഴും വലിയ പർവ്വതം, മുന്നോട്ട് ചലിക്കുക എന്ന് പറയുമ്പോൾ ചെങ്കടൽ. അതിന് നടുവിൽ ഇസ്രായേൽ ജനത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ മോശ ദൈവമുഖം നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിക്കുവാനിടയായി. ആമേൻ. മോശ അരുളപ്പാടും പ്രകാരം കരം നീട്ടി, തൻ്റെ കരത്തിലുള്ള വടി നീട്ടി. ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി, മോശയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇസ്രായേൽ ജനത്തിനു വേണ്ടി, നിൻ്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, ആമേൻ, നിനക്ക് മാത്രമല്ല നിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. ഒരു വ്യക്തി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ ഒരു കുടുംബത്തെ ദൈവം വിടുവിപ്പാൻ ദൈവശക്തനാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ കരം നീട്ടിയപ്പോൾ, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന് മുഴുവനുമായി വിടുതൽ ലഭിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വയ്ക്കുന്നതാണ് നേരുള്ളവർക്ക്, നേരോടെ നടക്കുന്നവർക്ക്. ഇരുട്ടുണ്ടെങ്കിലും പലരും നോക്കിയപ്പോൾ നീ ഇരുട്ടിലായിരുന്നു പറഞ്ഞെങ്കിലും ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ആ ഇരുളിനെ മാറ്റി ഒരു പ്രഭാതം, ഒരു പുതിയ പുലരി നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. കർത്താവേ, എത്രത്തോളം ഞാൻ പല നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു, കടന്നീരെടുക്കുന്നു, എൻ്റെ വിഷയത്തിന് മറുപടിയില്ലേ? ഇന്ന് പകൽക്കാലം നിനക്ക് മറുപടിയുണ്ട്. കരയണ്ട, ഭാരപ്പെടണ്ട, സങ്കടപ്പെട്ടിരിക്കണ്ട. വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട. അടുത്ത വാക്യം, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. കർത്താവിൽ വിശ്വസിക്കുവാൻ, അതെ, കർത്താവിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം മാത്രമാണ്. ആ യേശു എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനാണ്. അതുകൊണ്ട് ഇരുട്ടിലായിരിക്കുന്നു എന്ന് നീ ഭാരപ്പെടണ്ട. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഈ പല നാളുകളായി നീ വ്യാകുലപ്പെടുന്നത്, കരയുന്നു, എനിക്ക് മാത്രം ഒരു വിഷയത്തിന് മറുപടിയില്ലേ? എന്താണ്, എനിക്ക് മാത്രം ഒന്ന് വെളിച്ചം കാണാൻ കഴിയത്തില്ലല്ലോ? ഈശാനമുല്ലെന്ന കാറ്റ് പടകിന് നേരെ ആഞ്ഞടിച്ച് പടക് തകർന്നു, ആമേൻ, ജീവൻ രക്ഷപ്പെടുമോ എന്ന് പൗലോസും കൂട്ടരും ഇങ്ങനെ ഭാരപ്പെട്ടപ്പോൾ ദൈവം പൗലോസ് മുഖാന്തരമായി ജനത്തോട് അരുളി ചെയ്തു, കപ്പലിനും ചരക്കിനും ദോഷം ഭവിച്ചാലും ജീവന് ഒരു ദോഷവും ഉണ്ടാകത്തില്ല എന്ന് ദൈവാത്മാവ് പ്രവചന രൂപത്തിൽ ദൈവാത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിനക്കോ നിൻ്റെ കുടുംബത്തിനോ ഒരു അനർത്ഥവും സംഭവിക്കത്തില്ല. ഇന്ന് നീ ഇരുട്ടാകുന്നുവെന്ന്, ഇന്നെനിക്ക് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ ഞാൻ ഭാരപ്പെടുന്നെന്ന് നീ വ്യാകുലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിൻ്റെ ഭവനത്തിനുള്ളിൽ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനുള്ളിൽ, നിൻ്റെ ഭാവിയുടെ മേൽ, നിൻ്റെ തലമുറയുടെ മേൽ, നിൻ്റെ ഭർത്താവിൻ്റെ മേൽ, ഭാര്യയുടെ മേൽ, നിൻ്റെ ജോലി സ്ഥലത്തിന് മേൽ
ആ വെളിച്ചം വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുവാനും ഈ വചനം സ്വീകരിക്കുവാനും തയ്യാറായാൽ നിശ്ചയമായിട്ടും നിനക്ക് വേണ്ടി ഒരു ഉറവ കർത്താവ് തുറക്കുവാനിടയാകും. ഹാഗർ പൈതലുമായി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുമ്പോൾ കുട്ടിയുടെ മരണം കാണാൻ കഴിയാതെ താൻ വ്യാകുലപ്പെട്ടപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഹാഗറിൻ്റെ ദൈവം ശബ്ദം കേൾക്കുവാനിടയായി. ഇന്ന് മരണം മാത്രം മുന്നിൽ കണ്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഭയപ്പെടുവാൻ, ലോകത്തെയോ രോഗത്തെയോ പിശാചിനെയോ ഈ ലോകത്തുള്ള യാതൊന്നിനും നീ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ആമേൻ 3 കാര്യം നിനക്ക് സ്വന്തമാക്കുവാനിടയാകും. അതാണ് ഇവിടെ കാണുവാൻ കഴിയുന്ന അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. അനേക കാര്യങ്ങളിവിടെ താഴോട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ വിഷയത്തിൽ കർത്താവ് വിശാലത കൽപ്പിക്കണം. ദൈവത്തെ ഭയപ്പെട്ടങ്ങളുടെ വഴിയിൽ നടക്കുവാൻ ഏവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.